കേരള കോൺഗ്രസ്സിലുണ്ടായിരുന്നവരാണ്. പക്ഷേ ഇടക്കാലം വെച്ച് പാർട്ടി ഇത് രണ്ടായല്ലോ. ജനാധിപത്യ കേരള കോൺഗ്രസ് തിരിഞ്ഞുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഇവരെല്ലാം കുറേ പേര് മലയാറ്റൂരിൽ നിന്നും അയ്യമ്പുഴയിൽ നിന്നും ഈ പാർട്ടിയിൽ നിന്ന് മൊത്തത്തിലുള്ള പാർട്ടിയിൽ നിന്ന് വേർപിരിഞ്ഞ് പോയിരുന്നു. അവരിന്നിപ്പോൾ തിരിച്ച് മലയാറ്റൂരിലുള്ള മുഴുവൻ പേരും വരികയാണ്. മലയാറ്റൂരുള്ളവർ മാത്രമല്ല, ഇപ്പോൾ കറുകുറ്റിയിലുണ്ട്. അത് ജനാധിപത്യ കേരള കോൺഗ്രസ്സുകാരല്ല, മറ്റ് ജനതാ പാർട്ടിയിലുള്ളവരുണ്ട്. അതുപോലെ ജേക്കബ് ഗ്രൂപ്പിൻ്റെ കേരള കോൺഗ്രസ്സിലുണ്ടായൊരു കോടിശ്ശേരിയിലുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ പാർട്ടിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാരടിയിൽ വെച്ച് കൂടാൻ പ്രത്യേകമായ കാരണം മലയാറ്റൂരുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ വച്ചിരിക്കുന്നത്. മറ്റുള്ളപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് വിളിക്കും. ഇത് കൂടാതെ ഇവരെല്ലാവരും ഇപ്പം നമ്മൾ പത്രസമ്മേളനം നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും ഇനി നമ്മളൊരു ലയന സമ്മേളനം വരുന്നുണ്ട് ഒരുമിച്ച്. അത് നേതാക്കന്മാരെ കൂടി ഡേറ്റ് ഒന്ന് ചോദിച്ചിട്ട് വേണം, നിങ്ങളെ അറിയിക്കും. അത് ഒന്നിച്ച് അറിയിച്ചിട്ട് അങ്കമാലിൽ വെച്ച് വിപുലമായൊരു യോഗം ഒരു കൺവെൻഷനോടെ നടത്താൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതാണിപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അവർ എന്തുകൊണ്ട് അവിടെ നിന്ന് വരുന്നു എന്നുള്ളതിൻ്റെ ഏകദേശം കാര്യങ്ങൾ ഈ ലഘുലേഖയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് അവർ വിട്ട് പോരുന്നത്? അടിസ്ഥാനപരമായി കേരള കോൺഗ്രസ് പാർട്ടി കർഷകന് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നാണ് കാലങ്ങളായിട്ടുള്ള വെപ്പ്. ഇതിൽ കർഷക തൊഴിലാളികളും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണെന്നാണ് ഈ പാർട്ടിയുടെ ഒരു സിദ്ധാന്തം, ഒരു തീരുമാനം. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇന്ന് പലരും ഇടത് മുന്നണിയിൽ തുടരുന്നത്. പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ്സുകാർ മിണ്ടുന്നില്ല. നമുക്കൊക്കെ അറിയാമല്ലോ, തൊട്ടടുത്തായ മലയാറ്റൂരും അല്ലെങ്കിൽ ഇല്ലിത്തോട്ടിലും അയ്യമ്പുഴയിലും അതുപോലെ മുളന്തുരു ഇവിടെ ഏഴാറ്റുമുഖത്തും വെറ്റിലപ്പാറയൊക്കെ വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. പിണറായിയുടെ പീഡനം ഇവിടെ ജനങ്ങളുടെ നേരെയാണെങ്കിൽ അവിടെ മൃഗങ്ങളുടെ പീഡനമാണ് ജനങ്ങളുടെ നേരെ. ഇതിനെതിരെ ശബ്ദിക്കാൻ ആരുമില്ല. UDF അത് ഏറ്റെടുത്തിരിക്കുന്നു. അതാണ് മലയോര സമരയാത്ര പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 31-ാം തീയതി വരെ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇവർ ഇനി അതിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള താല്പര്യത്തിൻ്റെ പുറത്താണ് കേരള കോൺഗ്രസ്, ഔദ്യോഗിക കേരള കോൺഗ്രസ്. ഇന്ന് ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ജോസഫാണ്. കാരണം ഇപ്പോൾ പാർട്ടിക്ക് അംഗീകാരം കിട്ടി, ഉടൻ തന്നെ വൈകാണ്ട് ഓട്ടോറിക്ഷ ചിഹ്നവും അനുവദിക്കും. അതിന് ചെറിയൊരു തടസ്സം ആയി നിൽക്കുന്ന തെലങ്കാനയിലും ആന്ധ്രയിലും 2 കൊച്ചു പാർട്ടികൾക്ക് ഈ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരള കോൺഗ്രസിനൂടെ തരുമ്പോൾ ഇനി ഒരു ദേശീയ പാർട്ടി എന്ന് പറഞ്ഞ് വന്നാൽ ഈ ചിഹ്നം അനുവദിക്കാൻ പറ്റില്ല. അപ്പോൾ അതില്ല, സംസ്ഥാന പാർട്ടിയായിട്ട് ഞങ്ങൾ തുടരുള്ളൂ എന്നുള്ളൊരു കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നമ്മുടെ നേതാക്കന്മാർ കൊടുത്തു കഴിഞ്ഞു. വൈകാതെ തന്നെ ചിഹ്നവും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അനുവദിക്കും. ഓട്ടോറിക്ഷ ചിഹ്നമാണ് സ്വീകരിക്കാൻ പാർട്ടി എഴുതി കൊടുത്തിട്ടുള്ളത്, അതുണ്ടാവും. അപ്പോൾ ഏതായാലും മലയാറ്റൂരിൽ നിന്ന് ഇവർ 3-4 പേര് അവിടെ വന്നിട്ടുള്ളെങ്കിലും ഇവരുടെ കൂടെ കുറേ പേരുണ്ട്. അത് ഞങ്ങൾക്കറിയാം. കാരണം പണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ, പിന്നെ അത് കൂടാതെ അവർ പ്രവർത്തിച്ചുണ്ടാക്കിയ കുറേ പ്രവർത്തകരുണ്ട്. അവരെല്ലാവരും ഒന്നടങ്കം ഇങ്ങോട്ട് പോരും. അവിടെ ആരും നിൽക്കുന്നില്ല. ഇതാണ് നിങ്ങളെ അറിയിക്കാനുള്ള മെയിൻ കാരണം. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റീഫനോട് ചോദിച്ചാൽ സ്റ്റീഫന് പറയാനുള്ളത് സ്റ്റീഫൻ പറയും. ഇതിലാണ് കേരള കോൺഗ്രസ് ജനാധിപത്യം എന്ന് പറഞ്ഞൊരു പുതിയ കേരള കോൺഗ്രസ് രൂപീകരിച്ച് പഴയ നേതാക്കളായ PC ജോസഫ് സാറ്, KC ജോസഫ്, ആൻ്റണി രാജു, ഫ്രാൻസിസ് ജോർജ്, ഈ 4 നേതാക്കളുടെ പുറകെ പോകാനിട വന്നത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. അന്ന് ഞങ്ങൾ ആ പാർട്ടി രൂപീകരിച്ചതിൻ്റെ സംവിധാനമായതിന് ശേഷം ഞങ്ങൾ ഏറ്റവും മുമ്പ് അന്ന് നടത്തിയ ഈ റേഞ്ച് ഓഫീസിൻ്റെ മുമ്പിൽ ഇവിടുത്തെ പത്രക്കാർ വിരമിക്കലും റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് നടത്തിയ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ നടത്തിയ സമരത്തിൻ്റെത് അന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ടീസ് കണ്ടറിയാം. വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞു, ഇവിടെ സാധാരണ ജനവിഭാഗത്തിന് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു. വന്യമൃഗശല്യം രൂക്ഷമാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കൽ സാധാരണ ജനങ്ങളുടെ, ഈ നാടിനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ആവശ്യമാണ്. കാരണം കാർഷിക രംഗം തകർന്നു കഴിഞ്ഞു. ജീവിക്കാൻ പറ്റാതെ 1 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്ക് ചോദിച്ചിരുന്ന ഭൂമി പില്ലിത്തോട് ഞാൻ 40,000 രൂപയ്ക്ക് മേടിച്ചു തരാം. വാങ്ങാനാണില്ല. ജീവിതം പൊറുതിമുട്ടി. അത് കുറച്ചല്ല, ഈ 2 വാർഡിൽ 3000-ത്തിലധികം ഏക്കർ കൃഷിഭൂമി എൻ്റെ ചെറുപ്പം തുടങ്ങി. അതായത് കേരളത്തിൽ
ഏറ്റവും വലിയ കൃഷി ഏരിയ ആയിട്ട് കണ്ടുകൊണ്ട് CH ഉദമേനോൻ്റെ കാലത്ത് ഇന്ദിരാഗാന്ധി കൂട്ടുകൃഷി റഷ്യൻ മോഡൽ കൂട്ടുകൃഷി ആരംഭിച്ച ഇല്ലിത്തോടുന്ന് 1 കിലോ കപ്പ മേടിച്ചു കൊണ്ടുപോയി തിന്നേണ്ട സ്ഥിതിയാണ്. ഇതിനെതിരെ നമ്മൾ ശക്തമായി തന്നെ പ്രതികരിക്കുന്നു. കാരണം അടുത്ത തലമുറ ഇവിടെ ജീവിച്ചേ പറ്റൂ. പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പം എന്താണ് ഗവൺമെൻറ് കാണിക്കണതെന്ന് ഏതൊരു പാർട്ടിക്കാരനും ഏതൊരു രാഷ്ട്രീയക്കാരനും അറിയാം. ഈ നിലയ്ക്കൊരു പൊതുപ്രവർത്തനം നടത്തുന്നത് എന്നെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. ഒരു പൊതുപ്രവർത്തകന് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം സാധാരണ ജനവിഭാഗങ്ങളുടെ ദുരിതവും ദുഃഖം അറിയലാണ് ഇടതുപക്ഷം എന്നാണ് ഞാനൊക്കെ ധരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ആ ഒരു ഫീൽഡ് വിട്ടു, അവർക്കതിനൊന്നും നേരമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ അന്ന് നേതൃത്വം തന്നിരുന്ന ചെയർമാനായ ഫ്രാൻസ് ജോർജ് നേരത്തെ പോയി. അന്നും ഞങ്ങളിൽ കുറേ പേര് ഞങ്ങൾ കൂടിയപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നവരാണ്. 2 അഭിപ്രായമായി. നമ്മളിപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു ചെറിയ ചെറിയ തർക്കം പറഞ്ഞ് ചാടി പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതിന് ശേഷം ഞാൻ മത്സരിക്കേണ്ടി വന്നപ്പോഴും ജനാധിപത്യ രൂപത്തിലൊരു സഹകരണം കിട്ടിയില്ല. അത് ഇവിടുത്തെ പത്രക്കാർക്ക് എല്ലാവർക്കും അറിയാം. സന്തോഷമൊക്കെ പലപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള. അവിടെ ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് 2100 വോട്ട് പിടിച്ചു. അതൊരു പാർട്ടിയുടെ കീഴിലുമല്ല. 2 പ്രാവശ്യം ഞാൻ ജയിക്കുകയും ചെയ്തു. രണ്ടാമത് ബ്ലോക്കിൽ മത്സരിച്ചപ്പോൾ 2100 വോട്ട് പിടിച്ചു. ഇവിടെ ജനങ്ങൾ ഇത്തരം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള എൻ്റെ തെളിവതല്ലാണ്ട് എൻ്റെ വ്യക്തിപരമായ കഴിവല്ല. അപ്പോൾ ഇതിനൊന്നും നീതി സമൂഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്നും പറഞ്ഞ് നടക്കുന്നത് ശരിയല്ല എന്നുള്ളത് ആലോചിച്ചപ്പോൾ പല പ്രാവശ്യം ജോയി ഞങ്ങളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചവരാ. അപ്പോൾ പലപ്പോഴും നമുക്ക് ഒന്നിക്കുന്ന കാര്യം ഈ നാടിൻ്റെ ഈ സമരങ്ങളിലൊക്കെ ഒന്നിക്കാമെന്ന് പറഞ്ഞ് പല ചർച്ചകളും നടന്നു. ഏതായാലും ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റി കൂടിയതിൽ ഒരാളൊഴികെ ഞങ്ങളവിടെ 29 പേര് കൂടി എല്ലാവരും ഒറ്റ തീരുമാനമെടുത്തു. LDFൻ്റെ കൂടെ ഇനി തൽക്കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏതായാലും നമുക്ക് തൽക്കാലം PJ ജോസഫിൻ്റെ പാർട്ടിയായിട്ട് സഹകരിക്കാൻ ഒരവസരം വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങളത് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഒന്നടങ്കം തീരുമാനമെടുത്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഈ കേരള കോൺഗ്രസ് ജനാധിപത്യം എന്നോട് പലപ്പോഴും ഇവരൊക്കെ പറയാറുണ്ട്, ഈ പേരും പറഞ്ഞുകൊണ്ട് ഇത് എവിടെ ഈ പാർട്ടി എന്തൊക്കെ ചോദിച്ചാൽ എന്നെ കളിയാക്കാറുണ്ട്. സത്യത്തിൽ ആ ലെവലിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ആ പാർട്ടിയുടെ ആ ഒരു ലെവല് അവസാനിപ്പിച്ചുകൊണ്ട് PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ്സിൽ ഇവരുടെയൊക്കെ കൂടെ ഒന്നിക്കാൻ തീരുമാനിച്ചു. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. ഞങ്ങൾക്കിടെ മണ്ഡലം കമ്മിറ്റിക്ക് തന്നെ അറിയിക്കാനുള്ളതാണ്. അതൊരു ഓഫറുമില്ല ഇതിന്. എനിക്ക് ഞാൻ ഈ ചോദ്യത്തിന് എന്നോട് ഇവരെല്ലാവരും ചർച്ചയ്ക്ക് മുമ്പ് ചോദിച്ചു ഏതെങ്കിലും സ്ഥാനമാനങ്ങളെ കുറിച്ച്. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യില്ല. അത് പാർട്ടി നമ്മൾ ഒന്നായിട്ട് പ്രവർത്തിച്ചിട്ട് ജനങ്ങൾക്ക് തൃപ്തികരമാകുമ്പോൾ ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളാരെങ്കിലും ഒരു സ്ഥാനം വഹിക്കാൻ പറഞ്ഞാൽ ഞാൻ വഹിക്കും. എന്നെ സംബന്ധിച്ച് ജനങ്ങളാണ് സ്ഥാനങ്ങൾ തന്നെ എന്ന് വിശ്വസിക്കുന്ന പൊതുപ്രവർത്തകനാണ്. അധികാരം നമ്മൾ പിടിച്ചു വാങ്ങേണ്ടതല്ല, ജനങ്ങൾ തരേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഇന്നും ഞാൻ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടും ഒന്നും കഴിവില്ലാത്ത എനിക്ക് 2100 വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ടെന്നാണ്. അതിൽ കൂടുതൽ അംഗീകാരം വേണ്ട, സ്ഥാനത്തിനല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അതെ, ഉത്തരവാദിത്തമല്ല സ്റ്റീഫൻ ഈ പാർട്ടിയിലുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് നിന്നും സ്വതന്ത്രനായിട്ട് 2 പ്രാവശ്യം പഞ്ചായത്തിലേക്ക് ജയിച്ചു. അതുകൂടാതെ വീണ്ടും കേരള കോൺഗ്രസ്സുകാരനായി തന്നെ തുടർന്ന് പോയി. ചില ഈ പാർട്ടിക്കൊരു കുഴപ്പമുള്ളത് അല്പം വളർന്നു വരുന്ന അപ്പം പിളരും. അത് അഞ്ചെട്ട് പിളർപ്പ് ഇപ്പം തന്നെ 5-6 കേരള കോൺഗ്രസ് ഉണ്ട്. പക്ഷെ ആ പിളർപ്പിന് മാനസാര പറഞ്ഞ വാക്കിന് ഞങ്ങൾ എതിരാക്കണം. വളരും തോറും പിളരും, പിളരും തോറും വളരും. അങ്ങനെയല്ല. ഇപ്പം പിളരും തോറും ക്ഷീണിക്കുകയാണ് പാർട്ടി ക്ഷീണിക്കുകയാണ്. കാരണം ഇന്ന് ഈ സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് നിന്ന് ഒരു കാലത്ത് 64-25 സീറ്റ് പിടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം. ആരെക്കാളും കൂടുതൽ സീറ്റ് മാർക്സിസ്റ്റ് പാർട്ടി കഴിക്കാൻ സീറ്റ് പിടിച്ചൊരു പാർട്ടിയാണ്. അന്ന് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് അസംബ്ലി പിരിച്ചുവിട്ടു. 2ാം വട്ടം വീണ്ടും ഒറ്റയ്ക്ക് നിന്നു. അന്നും 5 സീറ്റ് ജയിച്ചു. ഇന്ന് അവസാനം 9 സീറ്റ് മത്സരിച്ചു. 71 മുതലാണ് മുന്നണി ആയുള്ളൂ. അപ്പുറത്തപ്പുറത്ത് ഇടതുപക്ഷ മുന്നണിയിൽ 76
77 ഇടതുപക്ഷ മുന്നണിയിൽ വന്നു, അധികാരത്തിൽ വന്നു. ശരിയാ, ആന്റണി കോൺഗ്രസും മാണി അപ്പോഴും ഇപ്പുറത്ത് ജോസഫ് ഗ്രൂപ്പുണ്ട്, അത് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് പാർട്ടി അന്നും 2, 3 ഇപ്പം 2 ആളുടെ പേരിലും കേരള കോൺഗ്രസ് 2 ആൾ പോയിട്ട് ഓരോരുത്തരും ഉണ്ടാക്കുകയാണ്. പക്ഷേ അത് അംഗീകാരമില്ല. ഇന്നിപ്പോൾ സംസ്ഥാനത്ത് അംഗീകാരമുള്ള 2 കേരള കോൺഗ്രസ്, ഒന്ന് കേരള കോൺഗ്രസ് എന്നും ഒന്നിപ്പോൾ ജോസഫ് നയിക്കുന്ന ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസ്. ഇനിയിപ്പോൾ ആ ചിഹ്നമാണ്, ആ ചിഹ്നത്തിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഒരു കാരണം തടസ്സം ഉള്ളതുകൊണ്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പാർട്ടി ക്യാമ്പിൽ ചരക്കുന്നിൽ വെച്ചാണ് ചെയർമാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫോൺ വരുന്നത്. ഞാൻ ആ ക്യാമ്പിലുണ്ട്. അല്ല, ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിലാണ്. അപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ട്. ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ. അവിടെ ഇപ്പോൾ കുറേ പേര് ഈ മാണി ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഇപ്പോൾ കുറേ പേര് ഞങ്ങളുടെ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. ഇവിടെ മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് പട്ടാമ്പി നിയോജക മണ്ഡലം ഒന്നടക്കം അവിടെയൊക്കെ ഉള്ളതെന്ന് പറയാൻ കുടിയേറ്റ മേഖലയിലാണ്. പട്ടാമ്പിയൊക്കെ ഒരു മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണല്ലോ. അവിടെയൊക്കെ കേരള കോൺഗ്രസ്സുകാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കുടിയേറ്റ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ക്രൈസ്തവരായ ആളുകളും കുടിയേറ്റ കർഷകരുമാണ്. അവരൊന്നടക്കം ഇനി അവിടെ മാണി ഗ്രൂപ്പിന് ആളില്ല പട്ടാമ്പിയിൽ. അപ്പോൾ അങ്ങനെ അത് കോഴിക്കോട്, കാസർഗോഡ് പല സ്ഥലത്തും ആളുകൾ നമ്മുടെ പാർട്ടിയിലേക്ക് ഇങ്ങോട്ട്, കാരണം അതിൻ്റെ ലക്ഷ്യങ്ങൾ പലതുമുണ്ട്. ഈ വരുന്നവൻ്റെ ഉദ്ദേശങ്ങൾ അവർക്ക് പലതുമുണ്ട്. കാരണം ബഹുമാനപ്പെട്ട നമ്മുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബേബി മുണ്ടാടൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ജോയി, അതേപോലെ തന്നെ സ്റ്റീഫൻ ചേട്ടൻ, മാർട്ടിൻ, രാജപ്പൻ, സുഹൃത്തുക്കളെ, ഞങ്ങൾ സ്റ്റീഫൻ ചേട്ടൻ ഒരുമിച്ച് ഞങ്ങൾ ദീർഘകാലം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ പ്രവർത്തിച്ച് മലയാറ്റൂർ നീലീശ്വരം മണ്ഡലത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF ലയിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ LDFൻ്റെ കൂടെ പ്രവർത്തിക്കാൻ താല്പര്യക്കുറവുള്ള വലിയൊരു വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു. മലയാറ്റൂരിൽ ഞങ്ങൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സാഹചര്യത്തിൽ LDFനോടൊപ്പം പോകാനായിട്ടുള്ളൊരു മാനസിക പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. അണികളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു വിഭാഗം ജോസഫ് ഗ്രൂപ്പിൽ നിലനിൽക്കുകയും ജോസഫ് ഗ്രൂപ്പിലേക്ക് മാറുകയും മറുവിഭാഗം മാണി ഗ്രൂപ്പിലേക്ക് മാറുകയും ചെയ്തു. അവിടെയും വേണ്ട അംഗീകാരങ്ങൾ പലർക്കും കിട്ടാതെ വന്നപ്പോൾ ജനാധിപത്യ കോൺഗ്രസ് രൂപീകരിച്ച് അവിടെ നിന്ന് മാറിയ ആൾക്കാരുടെ കൂടെ പോയ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് സ്റ്റീഫൻ ചേട്ടനും സ്റ്റീഫൻ ചേട്ടൻ്റെ കൂടെയുള്ള ഒത്തിരി സുഹൃത്തുക്കളും. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മലയാറ്റൂർ നീലീശ്വരം മണ്ഡലത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. UDFൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നയാളാണ് സ്റ്റീഫൻ ചേട്ടൻ. അന്നും ഇന്നും സ്റ്റീഫൻ ചേട്ടൻ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കാർക്കും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് മാറിപ്പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. എന്തായിരുന്നാലും ഞങ്ങളുടെ ചർച്ചകളിലും അന്നു മുതലും പല സന്ദർഭങ്ങളിൽ സ്റ്റീഫൻ ചേട്ടനായിട്ട് സംസാരിക്കുകയും അനിവാര്യമായ ഒരു സമയത്ത് സ്റ്റീഫൻ ചേട്ടൻ തിരിച്ച് UDFലേക്ക് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെയാണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് വരാനായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ഞങ്ങൾ 3 സീറ്റിലും മത്സരിക്കുന്നുണ്ട് മലയാറ്റൂരിൽ. ഞങ്ങളുടെ പ്രതിനിധിയാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ജോയി അവക്കാരൻ. എന്തായാലും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ സ്റ്റീഫൻ ചേട്ടൻ്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് സ്റ്റീഫൻ ചേട്ടനെ മലയാറ്റൂർ നീലീശ്വരം മണ്ഡലത്തിലെ കേരള കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റീഫൻ ചേട്ടനെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. സന്തോഷമുണ്ട്. മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൽ ഒരു ഭാഗം സ്റ്റീഫൻ ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ കേരള കോൺഗ്രസിൽ ലയിക്കുന്ന കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ ഭരണത്തിനെതിരായ കേരളത്തിൽ നടക്കുന്ന പല ഭാഗങ്ങളിൽ നടക്കുന്ന UDFനോട് ശക്തി പ്രാപിക്കാൻ വേണ്ടി നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ മലയാറ്റൂർ നീലീശ്വരം മണ്ഡലത്തിൽ നടക്കുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൽ കേരള കോൺഗ്രസ് വീണ്ടും ശക്തി ആർജിക്കുന്നതിൻ്റെ തെളിവാണ് ഇന്ന് സ്റ്റീഫൻ ചേട്ടൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന
ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ പാർട്ടിയിലേക്ക് ലയിക്കുന്നതിൻ്റെ ഇത് നമ്മുടെ പാർട്ടിക്കും ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് ശക്തി തരുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ മലയാറ്റൂർ നീലേശ്വരം മണ്ഡലത്തിൽ നടക്കുന്നത്. അതിൽ വളരെ സന്തോഷം നമുക്ക് സ്റ്റീഫൻ ചേട്ടൻ വരുന്നതിൽ. ഒരു 20 വർഷങ്ങൾ മാറി നിന്നു എങ്കിലും നമ്മൾക്ക് വേണ്ടുന്നതായ പല പല കാര്യങ്ങൾ മലയാറ്റൂർ, ഇല്ലിത്തോട്, മുളങ്കുഴി, നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ വള്ളിയാങ്കുളം, ആ വള്ളിയാങ്കുളത്തുകാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ആനയുടെയും പുലിയുടെയും പാമ്പിൻ്റെയും ഒക്കെ പറയുമ്പോൾ പല പ്രാവശ്യങ്ങളിൽ ഞങ്ങളായിട്ട് ചെന്ന് അവരെ സമാധാനിപ്പിക്കുകയും, എന്നാൽ ഈ സമാധാന വാക്കുകൾ ഞങ്ങൾ കൊടുത്തതല്ലാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇപ്പോൾ ഭരിക്കുന്ന ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാവുകയും ഇവർക്കിടെ കഷ്ടനഷ്ടങ്ങൾക്ക് ഒന്നും കൊടുക്കുകയും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കൂടെ ഈ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തകർ എന്നും ഞങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഉന്നമനത്തിനും നമ്മുടെ പാർട്ടിയുടെ ഉന്നമനത്തിനുമായി ഞങ്ങൾ PJ ജോസഫിൻ്റെ സാറിൻ്റെ കൂടെ ചേരുവാനും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും തീരുമാനിച്ചതായിട്ട് അറിയിക്കുന്നു.